എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം എന്ന യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 19 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്നെ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് RCM, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇതിന്റെ കൂടെയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനം ആൻഡ് യോഗ എന്ന മേഖലയും ഇതും തമ്മിലൊരു വ്യത്യാസമില്ല. കാരണം രണ്ടിന്റെയും ബേസിക് കൺസെപ്റ്റ് ഒന്നാണ്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകുമെങ്കിൽ ആ നല്ല ഭക്ഷണം എവിടുന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ നമുക്കിപ്പോൾ ഉണ്ട്. കാരണം മൊത്തം മായ ആണ്. എല്ലാം മായമാണെന്ന് പറഞ്ഞാലും ഒട്ടും അത്ഭുതമില്ല. ആ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒട്ടും മായമില്ലാത്ത വിഷരഹിതമായ ഏറ്റവും ഗുണനിലവാരത്തിൽ ഏറ്റവും ഔന്നത്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട, ഒരു മരുന്നിന്റെ ആവശ്യമില്ല. നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകും. പറഞ്ഞത് ഞാനല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് ആണ് പറഞ്ഞത്, യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. ആ ഒരു കൺസെപ്റ്റ് ആണ് എന്നെ RCMലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഇപ്പൊ രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലിവ് വിത്ത് മെഡിസിൻ എന്നൊരു ആശയത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും നടത്തുന്നു. ഇന്ന് ഇതെന്റെ 3ാമത്തെ പ്രോഗ്രാമാണ്. അപ്പോ ആരോഗ്യം എന്ന് പറയുന്ന കൺസെപ്റ്റില് RCM എന്ന പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ആദ്യം തന്നെ ആരോഗ്യമാണ്. ലോകത്തിൽ ഒരു കമ്പനി ഇതുവരെ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടില്ല. എല്ലാ കമ്പനികളും ഒറ്റ ലക്ഷ്യമുള്ളൂ, കൂടുതൽ ബിസിനസ്, കൂടുതൽ ലാഭം. പക്ഷെ ഇവിടെ ഒരു കമ്പനി പറയുന്നു വേറെ ഒന്നുമല്ല, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഹെൽത്ത്. അപ്പോ ആരോഗ്യം നൽകുന്ന, സ്വാശ്രയത്വം നൽകുന്ന, സ്ത്രീകളുടെ ജീവിതത്തിന് കുറച്ചുകൂടി ഉന്നമനം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. അപ്പൊ അതിലേക്ക് വരാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാവും. വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ലൈഫ് അനുഗ്രഹീതമാവും, അത് ഉറപ്പാണ്. അങ്ങനെ അനുഗ്രഹീതരായ ഒരുപാട് ആളുകളെ എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെ? കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ഇടപഴകുന്ന ആളുകളും എല്ലാം ആരോഗ്യത്തിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പോ നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകുമെങ്കിൽ നല്ല ഭക്ഷണം എവിടുന്ന് കിട്ടും? ഒട്ടും വിഷലിപ്തമല്ലാത്ത വിഷരഹിതമായ സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ RCM എന്ന ബ്രാൻഡിലൂടെ കിട്ടും. ബിക്കോസ് ഇറ്റ്സ് എ ഡയറക്ട് മാർക്കറ്റിംഗ്. ഇടനിലക്കാരില്ലേ, പരസ്യക്കാരില്ലേ, ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടും. നല്ല സാധനങ്ങളാണ് നല്ല ആരോഗ്യം നൽകുന്നത്. 10-14 സെഗ്മെന്റിലെ ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന 400 ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 6,000-ലധികം ഉൽപ്പന്നങ്ങൾ ഇന്ന് RCMന്റെ ശ്രേണിയിലുണ്ട്. ഓരോ ദിവസവും പുതിയ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. അപ്പോ ആരോഗ്യത്തിന്റെ ബേസിക് കൺസെപ്റ്റില് WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് ഒറ്റ കാര്യമാണ്, ഒരേ ഒരു ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് വെൽബീങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ശരീരത്തിന്റെയും മനസ്സിന്റെയും സമൂഹത്തിന്റെയും സുസ്ഥിതിയാണ് ആരോഗ്യമെങ്കിൽ ആ ആരോഗ്യം കിട്ടാൻ ശരീരത്തിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. അതിനെക്കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു. ഒട്ടും അഡൾട്ടേഡ് അല്ലാത്ത 100% സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ RCMൽ കിട്ടും. അതിന്റെ കാരണം പറഞ്ഞു, ഇറ്റ്സ് ഡയറക്ട് മാർക്കറ്റിംഗ്. ഏറ്റവും നല്ല ക്വാളിറ്റി, ന്യായമായ വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കിട്ടും. ശരീരത്തിൽ രോഗം വരാനുള്ള രണ്ടാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ 70%. എന്ന് വെച്ചാൽ 70% രോഗങ്ങൾ മാറ്റുന്ന വേറെ ഒന്നും ചെയ്യേണ്ട, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മതി. ഒരു 50 വർഷം മുമ്പ് നമ്മൾ കഴിക്കുന്ന ഒരു വാഴപ്പഴം ഒരുപക്ഷെ അതേ രൂപത്തിൽ നമുക്ക് ഇന്ന് കിട്ടാം, പക്ഷേ അതേ ഗുണത്തിൽ ഇന്ന് കിട്ടില്ല. കാരണം മണ്ണ് നിർവീര്യമായി, മണ്ണിൽ പോഷകങ്ങളൊന്നുമില്ല. ആ മണ്ണിൽ വളർന്ന ചെടിക്ക് അല്ലെങ്കിൽ ആ ഫലവൃക്ഷത്തിന് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ അതിൽ കായ്ക്കും അതുപോലെ തന്നെയായിരിക്കും, അല്ലെ? അപ്പൊ അതിന്റെ പോഷകങ്ങൾ വളരെ കുറവാണ്. ഇപ്പോ 20 വർഷം മുമ്പ് നമ്മൾ കഴിച്ചൊരു തക്കാളി അതേ സ്ഥലത്ത് വേറൊരു തക്കാളി നട്ടാൽ ഒരു തക്കാളി കഴിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് കുറവായിരിക്കും. വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മൾ ധാരാളം പറയാറുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അത്രമാത്രം ഒന്നും വർക്കൗട്ട് ആവാറില്ല. ഇന്നലെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഇന്നലത്തെ അത്താഴത്തിന് ഞാൻ വെജിറ്റേറിയൻ ബൈറ്റ്സ് കഴിച്ചു. അടിപൊളിയായിരുന്നു, വെജിറ്റേറിയൻ ബൈറ്റ്സ്. ഇന്ന് രാവിലെ വീണ്ടും കുറച്ച് വെജിറ്റേറിയൻ ബൈറ്റ്സ് കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ലക്കിലി ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ച സമയത്തും എനിക്കത് കുറച്ച് കഴിക്കാൻ കിട്ടി. ആൻഡ് യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇന്ന് വൈകുന്നേരത്തെ അത്താഴത്തിന്റെ കൂടെയും എനിക്ക് കുറച്ച് വെജിറ്റേറിയൻ ബൈറ്റ്സ് 4 സ്ഥലത്തു നിന്നാണ് കഴിച്ചത്. 4 സ്ഥലത്ത് ഇത് കഴിക്കാൻ പറ്റി. അപ്പൊ ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ച കാര്യം, ഈ ഭാഗ്യം കിട്ടാൻ വേറൊരാൾക്കും അവസരമില്ല. ഈ ഭാഗ്യം കിട്ടാൻ വേറെ ഒരു മനുഷ്യനും അവസരമില്ല, അല്ലെ? ഇന്ത്യയില് ഏകദേശം 4 കോടിയോളം ആളുകൾ RCMൽ ജോയിൻ ചെയ്തിട്ടുണ്ട്.
ഇതിലൊരു 19 ലക്ഷം ആളുകൾ ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ജോയിൻ ചെയ്തു, ചിലപ്പോൾ ID ടെർമിനേറ്റഡ് ആയിരിക്കും. അവരിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും സുന്ദരമായിട്ട് ഒരു ഉൽപ്പന്നം എന്നെ സംബന്ധിച്ചുള്ള എവിടെ പോയാലും ഇപ്പൊ നോൺ വെജ് കഴിക്കാത്തതിന് അവർ പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ബൈറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് ഡോട്ടിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊണ്ട് അടിപൊളി കറി ഉണ്ടാക്കി തരും. അത് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇതിന്റെ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ വ്യക്തിയായിരിക്കും ഞാൻ. എന്തായാലും താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി, ആർസിഎമ്മിന് നന്ദി, ഗുഡ് ഡോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കൊണ്ടുവന്ന ആ കമ്പനിക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നോക്കൂ, ഒരു മാറ്റവും പെട്ടെന്ന് സംഭവിക്കില്ല, ഗ്രാജുവലി ആണ് സംഭവിക്കുക. അപ്പോ ഇതിനെക്കുറിച്ച് ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടാവും. ഇത് കണ്ട ആളുകളുണ്ട്, കേട്ട ആളുകളുണ്ട്, കഴിച്ച ആളുകളുണ്ട്, ഇനിയും കഴിക്കാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സാധ്യത അനന്തമാണ്. ജസ്റ്റ് ഒരു ചെറിയ ഒരു 10 മിനിറ്റ് സമയം ഞാനൊരു പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡില് നമുക്ക് മനോഹരമായ കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്. അതിലൊരു മാസ്റ്റർ പീസ് ആണ് വെജിറ്റേറിയൻ. അതിനെ അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല, എന്തായാലും ഇതിൽ നല്ലൊരു പ്രചാരം കിട്ടി വരുന്നുണ്ട്. അതിന്റെ കൂടെ ഇതുകൂടി നിങ്ങൾ കേൾക്കുക. ഗുഡ് ഡോട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. ഒരു വിഷണറി തിങ്കിങ്ങിലൂടെ മാത്രമാണ്, അല്ലെ? ഇപ്പൊ ഇന്നത്തെ ജോലി ചെയ്ത് ഇന്നത്തെ കാര്യം നടത്താന്ന് പറയുന്ന ആൾക്ക് വിഷനൊന്നുമില്ല. അന്നന്നത്തെ ജോലിക്ക് അന്നന്നത്തെ കൂലി, അതല്ല നാളെ അല്ലെങ്കിൽ നാളത്തെ വരുന്ന ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിൽ എത്താൻ സാധിക്കുന്നതിനെ കുറിച്ച് ഒരു വിഷൻ ഉള്ള ആളുകൾ മാത്രമാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുക. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് RCM. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ വന്നു. അതിൽ നിലനിൽക്കുന്ന 24 വർഷം പിന്നിട്ട 5 കമ്പനികളേ ഉള്ളൂ അതിൽ ടോപ്പിൽ നിൽക്കുന്നതാണ്. ആ ഗ്രോത്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക. 2024 ആയപ്പോഴും ആ ചെടി നന്നായിട്ട് വളർന്നു, അല്ലെ? ചെടി വളരെ മാത്രമല്ല, അതിന്റെ കൂടെ ഒരുപാട് നാണയങ്ങൾ, ഒരുപാട് രൂപ ആളുകൾക്ക് കിട്ടുകയും ചെയ്തു. ഇതിൽ കാണിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് 3000+ പ്രൊഡക്റ്റ് അല്ല, 6000-ത്തിലധികം പ്രൊഡക്റ്റുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാവുന്ന ഒരു 400ഓളം ഉൽപ്പന്നങ്ങൾ മുതൽ ഏകദേശം 6000-ത്തോളം ഉൽപ്പന്നങ്ങൾ ഓൾ ടുഗദർ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ RCMന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. 6000 ക്രോസ് ചെയ്യും. അത്രമാത്രം ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഗുഡ് ഡോട്ട് എന്ന് പറയുന്ന സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 2013-ലാണ്. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പോളിസി ഇതാണ്, ഘർ ഘർ ഗുഡ് ഡോട്ട്, ഹർ ഘർ ഗുഡ് ഡോട്ട്. അതായത് എല്ലാ വീടുകളിലും ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഈ ആശയം, ഈ ഒരു പ്രൊഡക്റ്റിനെ എത്തിക്കുക. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഞാനൊരു ഒരെണ്ണം മാത്രമേ ജസ്റ്റ് പറയുന്നു. ഇനി വെജിറ്റേറിയൻ ബൈറ്റ്സ്, അതായത് വെജിറ്റേറിയൻ മീറ്റ് എന്ന് പറയാം. അങ്ങനെയായിരുന്നു ആദ്യം ഇതിന് പേര് വന്നത്. പക്ഷെ മീറ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ വെജിറ്റേറിയനായ പലർക്കും അത് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അതിന്റെ പേരൊന്ന് മാറി വെജിറ്റേറിയൻ ബൈറ്റ്സ് ആയി. വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സെഗ്മെന്റ് ആണത്. ആ ഗ്രാഫ് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. മറ്റേത് സെഗ്മെന്റിനേക്കാൾ, കാരണം അതിന്റെ വളർച്ചയ്ക്ക് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇനി കടക്കില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഒരുപാട് വളരാനുണ്ട്. ആ വളരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ അടുത്തൊരു 10 വർഷം കൊണ്ട് വി കോണ്ട് ഇമാജിൻ RCM എന്ന പ്രസ്ഥാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകൾ, ഈ ഉൽപ്പന്നങ്ങളൊക്കെ ശരിയായി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യമല്ല, മഹാഭാഗ്യം എന്താ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. The next decade, the fastest growing industry in the world is plant-based meat. അതായത് സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന മീറ്റ്, അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാൻ പോണത്. വൈ ഗുഡ് ഡോട്ട് ഈസ് ബെസ്റ്റ് പ്ലാന്റ്-ബേസ്ഡ് മീറ്റ് കമ്പനി ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം ഒന്ന്, അതിന്റെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. 12 മാസം അതിന് കാലാവധിയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെയാണ് അത് വിൽക്കപ്പെടുന്നത്. കാരണം RCM പോലെ ഇത്രയും വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വേറെ ഇല്ല. ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ then and there അത് ഇന്ത്യ മുഴുവൻ എത്തും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് എത്തും. ഓക്കെ, പിന്നെ അതിന്റെ പ്രത്യേകത എന്താ? മേഡ് ഓഫ് പ്ലാന്റ്സ്, പ്യുവർലി വെജിറ്റേറിയൻ എന്നല്ല, വീഗൻ എന്നാ പറയാം. ഹയസ്റ്റ് ന്യൂട്രീഷൻ ആൻഡ് കമ്പാരറ്റീവ്ലി വളരെ വിലക്കുറവ്. ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മറ്റാരും നിർമ്മിക്കുന്നില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളുണ്ട്. ഞാൻ കാനഡയിൽ ഒരിക്കലും പോയപ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് കണ്ടിരുന്നു. പക്ഷെ അന്ന് കഴിച്ചു നോക്കാൻ പറ്റിയില്ല. എങ്കിലും നമുക്കൊന്ന് കമ്പയർ ചെയ്യായിരുന്നു. ഇതേപോലത്തെ പ്രൊഡക്റ്റിൽ അവിടെ ലഭ്യമാണ്. അപ്പോൾ ആ ആശയം നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ തുടക്കത്തിൽ ആളുകൾ അല്പം മടി കാണിക്കുമെങ്കിൽ ഇത് കഴിച്ചു നോക്കിയാൽ പിന്നെ ആരും നോ പറയില്ല. അപ്പോ
ലോകം മുഴുവൻ ഒരു ജങ്ക് ഫുഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ RCM വളരെ ഹെൽത്തി ഫുഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്നത്തെ കാലഘട്ടം ഞാൻ പറഞ്ഞു, ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അഡൾട്രേറ്റഡ് മിൽക്ക് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പഴകിപ്പോയി. ഇപ്പൊ അതിന് പുതുമയൊന്നുമില്ല. പ്ലാസ്റ്റിക്കിന്റെ അരി വരുന്നു, അതൊക്കെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്ലാസ്റ്റിക്കിന്റെ ഷുഗർ വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ അത് ഉപയോഗിക്കുന്നു ദൈവത്തിന് പോലും അറിയില്ല. 2011 മുൻപ് കോയമ്പത്തൂർ ഞാനൊരു ഹോം മീറ്റിംഗ് എടുത്തപ്പോൾ ആ മീറ്റിംഗിൽ വന്ന ഒരാള് മലയാളിയാണ്, അവിടെ സെറ്റിലായ ആള്. ഞാൻ ചോദിച്ചു എന്താ ജോലി? അപ്പൊ ആള് പറഞ്ഞു ഞാനൊരു പ്ലാന്റിന്റെ മാനേജറാണെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോ ഞാൻ അദ്ദേഹം അടുത്ത് വന്നപ്പോ ചോദിച്ചു ഏത് പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ ആള് പറഞ്ഞ നല്ല തമാശയാണ്, മുതിരയിൽ ഇടുന്ന കല്ല് മുതിരയുടെ രൂപത്തിലാക്കി പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്ലാന്റിന്റെ ഒരു കൊച്ചു പ്ലാന്റിന്റെ മാനേജറാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് എത്ര വർഷം മുമ്പ് 13-14 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഇതൊക്കെയാണ് സംഭവം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തുള്ള കാര്യമാണ്. അപ്പോ ഈ മായത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം എന്താണ് നോബഡി നോസ്. മാത്രമല്ല ഹാർംഫുൾ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് വെജിറ്റബിളിലൂടെ ആയിക്കോട്ടെ, ജ്യൂസ് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സിലായിക്കോട്ടെ, മീറ്റിലൂടെ ആയിക്കോട്ടെ, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിക്കുള്ളൂ. അതാണ് രസം അതിന്റെ. അപ്പോ അവിടെ ഒരു ന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 2 ചിത്രങ്ങൾ നല്ല രസമാണ്. ഒന്ന് റൈറ്റ് ന്യൂട്രീഷൻ കൃത്യമായ അളവിൽ വന്നാൽ, ഹൈ ന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ ബോഡി മുഴുവൻ പച്ചയായി. അല്ലെങ്കിലോ അവിടെ ചാർജൊക്കെ പോയിട്ട് ലോ ന്യൂട്രീഷനിൽ പച്ചയൊക്കെ പോയി, അല്ലെ? സോ പവർ ഓഫ് ന്യൂട്രീഷൻ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഒരു ദിവസം 8, 10, 11, 12, 13, 14, 15, 16 മണിക്കൂർ ക്ലാസ് എടുത്താലും നമുക്ക് ക്ഷീണമൊന്നും തോന്നാത്തത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മളുടെ ശരീരത്തിൽ കിട്ടാത്ത പോഷകങ്ങളെ നേരിട്ട് എത്തിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് ന്യൂട്രീഷൻ. ന്യൂട്രിചാർജിന്റെ സെഗ്മെന്റിലെ പ്രൊഡക്റ്റിൽ അത്തരത്തിലുള്ളതാണ്. അത് മെന്നോ, വുമണോ, വെജോമേഗയോ, ഗാമയോ എന്തു ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള റിസൾട്ട് തരും. ദ പവർ ഓഫ് ന്യൂട്രീഷൻ എനർജി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇനി നമ്മൾ പറയാറുണ്ട്, മോദി സാറാണ് ഈ വാചകം ആദ്യം പറയാറുണ്ട്, മനുഷ്യൻ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ 120 വർഷം വരെ ജീവിക്കാൻ ഒരു സംവിധാനം റെഡിയാക്കിയിട്ടാണ് ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്ന് മോദി സാർ സ്ഥിരം പറയാറുണ്ട് ആദ്യകാലത്തെ ക്ലാസ്സുകളിൽ. അപ്പോ അദ്ദേഹം അങ്ങനെ പറയാനുള്ള അവസരം അദ്ദേഹത്തിന് തന്നെ കിട്ടാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ പല രാജ്യങ്ങളിലും ആളുകൾക്ക് ആയുസ് കൂടുതലാണ്. അതിനെക്കുറിച്ച് ഒരു സർവേ നടത്തിയപ്പോൾ അത്തരം ആയുസ് കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയയ്ക്ക് അവർ ബ്ലൂ സോൺ എന്ന് പേര് കൊടുത്തു. അത് കാലിഫോർണിയ, അതുപോലെ ഇറ്റലി, ഗ്രീസ്, ജപ്പാൻ, കോസ്റ്റാറിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിലെ ആളുകൾക്ക് ആയുസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു സർവേ നടത്തിയപ്പോൾ അവർ കണ്ടുപിടിച്ച ഒറ്റ കാര്യമുള്ളൂ, അവരെല്ലാം പ്യുവർ വീഗൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. വീഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ജന്തുജന്യമായി ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണ്, സസ്യജന്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. അതാണ് അവരുടെ ദീർഘായുസിന്റെ രഹസ്യം. പീപ്പിൾ ലിവിംഗ് ഇൻ ബ്ലൂ സോൺ ടേക്ക് പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ്. അപ്പൊ നമുക്കും പോവാം. ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു പഠനം വന്നപ്പോൾ ക്യാൻസറിനെ ക്യൂർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഓൺലി ഫ്രൂട്ട്സ് മാത്രം, ഓൺലി ഫ്രൂട്ട്സ്. മറ്റൊന്നും കഴിക്കാതെ ക്യാൻസർ മാറിയ ഇഷ്ടംപോലെ കേസുകളുണ്ട്. നോക്കൂ, എല്ലാ രോഗികൾക്കും അതുപോലെ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് ട്രൈ ചെയ്യാം. സോ ഇവിടെ കണ്ടെത്തിയ കാര്യം ഇതാണ്, ബ്ലൂ സോണിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആയുസ് കൂടുതലാണ്. കാരണം അവർ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. കണക്ക് വളരെ ക്ലിയർ ആയി. പീപ്പിൾ ലിവിംഗ് ഇൻ ബ്ലൂ സോൺ ഈറ്റ് 95% പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സ്. ഇനി ഇപ്പൊ ജങ്ക് ഫുഡ് കഴിച്ചാൽ എന്താ ഉണ്ടാവുക നമുക്കറിയാം. അത് കഴിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്നത് ഈ ക്ലാസ് ഒക്കെ കേട്ടാലും ചില സമയത്ത് നമ്മുടെ കൺട്രോൾ പോവും, അല്ലെ? കിട്ടുന്ന പല സാധനങ്ങളും കഴിക്കും, അതപ്പ നോക്കാന്ന് കരുതും. അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടാവുന്ന അസിഡിറ്റി, പിന്നെ എന്താണ്, ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവും, സ്കിൻ പ്രോബ്ലം വരും, കൊളസ്ട്രോൾ കൂടും, ഒബീസിറ്റി, പൊണ്ണത്തടി കൂടും, അതുപോലെ പല്ലിന് പ്രശ്നങ്ങൾ വരും, പിന്നെ ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ഇതൊക്കെ ജങ്ക് ഫുഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നോക്കുക: നിറം നോക്കും, മണം നോക്കും, രുചി നോക്കും. ഗുണം നോക്കിയിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ കാണുന്നത്. മാത്രമല്ല ഇതൊക്കെ ഇതിലൂടെ വരുന്ന റീബോയിൽഡ് ഓയിൽ, ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതാണ് റീബോയിൽഡ് ഓയിൽ. ഈ കിട്ടുന്ന ജങ്ക് ഫുഡിൽ ഭൂരിപക്ഷവും ഈ കാറ്റഗറിയാണ്. ഒന്നിലധികം തവണ ചൂടാക്കിയ എണ്ണ. അപ്പൊ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിൽ ഹൈ പ്രോട്ടീനും അതുപോലെ തന്നെ ഹൈ ഫൈബറും കണ്ടന്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്താൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. കാരണം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വെജിറ്റേറിയൻ റൈസ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ വളരെ ഡള്ളാവും, ലോ എനർജി ആയിരിക്കും, മുടി പെട്ടെന്ന് നരയ്ക്കും, സ്കിന്ന് വളരെ ഡ്രൈ ആവും, ഏത് ക്രീം പറ്റിയാലും ആ ഡ്രൈനെസ്സിനെ മാറ്റാൻ പറ്റില്ല, ആ റിങ്കിൾസ് വളരെ പെട്ടെന്ന് വരും.
അതുപോലെ തന്നെ ഡൈജഷൻ എപ്പോഴും മോശമായിരിക്കും. നഖമൊക്കെ പൊട്ടിപ്പോവും, നഖങ്ങളിൽ വിള്ളലുകൾ വരും, നഖത്തിന്റെ സൈഡൊക്കെ ചീന്തിപ്പോവും, കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചെറിയൊരു അസുഖം എവിടെയെങ്കിലും വന്നാലൊക്കെ നമ്മുടെ മേലേക്ക് കയറി വരും. ഇമ്മ്യൂണിറ്റി പവർ മാത്രമല്ല, ഹിമോഗ്ലോബിൻ കൂടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീൻ മാത്രം പോരാ, അതിന്റെ കൂടെ അയണും വേണം. അപ്പൊ അയണും പ്രോട്ടീനും കൂടി ചേരുമ്പോൾ ഹിമോഗ്ലോബിൻ കൂടും. അപ്പോ വെജിറ്റേറിയൻ ബൈസിൽ ഏറ്റവും കൂടുതലുള്ളതാണ് പ്രോട്ടീൻ. അപ്പൊ ഇത് ഡെയിലി കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനർജി ലെവൽ കൂടും. അതാണ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ഇനി ഈ ഒരു പേജ് ആരോ ഒരിക്കലും വായിച്ചു അർത്ഥം പറഞ്ഞ നേരെ തിരിച്ചാ. 99% പ്രോസസ് മീറ്റ് കഴിക്കുന്ന ആളുകളും ക്യാൻസർ വരുന്നല്ല അതിന്റെ അർത്ഥം. ക്യാൻസർ വന്ന ആളുകളിൽ ഒരു സർവേ നടത്തിയപ്പോൾ ക്യാൻസർ വന്ന ആളുകളിൽ 99% ആളുകളും പ്രോസസ് മീറ്റ് കഴിച്ചവരായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ അർത്ഥം മൊത്തം തെറ്റും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ക്യാൻസർ വന്ന ആളുകളിൽ 90% ആളുകളും റെഡ് മീറ്റ് കഴിച്ചവരായിരുന്നു. ക്യാൻസർ വന്ന ആളുകളിൽ 80% ചിക്കൻ അതുപോലെ ഫിഷ് റെഗുലറായിട്ട് കഴിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 0% പ്ലാന്റ് ബേസ്ഡ് ക്യാൻസർ വന്ന ആളുകളിൽ പ്ലാന്റ് ബേസ്ഡ് മീറ്റ് കഴിക്കുന്ന ഒറ്റ ആൾക്കും ക്യാൻസർ വന്നിട്ടില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് കൂടുതൽ കഴിക്കുക. ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും കഴിക്കുന്നതല്ല. അല്ലെ, പണ്ട് കാലത്ത് നമ്മൾ വീടുകളിൽ ഇറച്ചി മീനൊക്കെ കഴിച്ചിരുന്നു. ഇത് വല്ലപ്പോഴും ആയിരുന്നു. ആഴ്ചയിൽ ഒരിക്കല്, മാസത്തിൽ ഒരിക്കല്, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കല്. അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി. ഇപ്പൊ അങ്ങനെയല്ല, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, പറ്റിങ്ങി ഇടനേരത്തും കൂടി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല. ക്യാൻസർ റിസർച്ച് UK അവരുടെ സർവേയാണ്. ഈ സർവേ ഒന്നും വേണ്ട. എന്റെ അടുത്ത് ഏകദേശം ഒരു ദിവസം ഒരു 4-5 ക്യാൻസർ പേഷ്യന്റ് നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് വന്ന ക്യാൻസർ പേഷ്യൻസിൽ നല്ലൊരു ശതമാനം നോൺ വെജിറ്റേറിയൻ ആണ്. ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെ നോൺ വെജ് നല്ല ഇഷ്ടമാണ്? ഓ, എന്താ കഴിക്കുക? ചിക്കൻ അല്ല മട്ടൺ. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാൻസർ വന്ന ആളുകളിൽ നല്ലൊരു ശതമാനം നോൺ വെജിന് അഡിക്റ്റ് ആയിരുന്നു. നമുക്കത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ? പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക. അപ്പൊ 100% മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഹാർട്ട് ഡിസീസ് പൊതുവെ അത്തരം കേസുകളിൽ കൂടുതലായിരുന്നു. ആ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പ്ലാന്റ് ബേസ്ഡ് മീറ്റ് കഴിക്കുന്ന ആളുകളിൽ, പ്ലാന്റ് ബേസ്ഡ് ഫുഡ് മാത്രം കഴിക്കുന്ന ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, 0%. ഇതൊക്കെ ഓരോ സർവേകളുടെ റിസൾട്ടാണ് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള മീറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ എന്തൊരു ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, സ്ട്രോക്ക്, ഒബീസിറ്റി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നോൺ വെജ് മനുഷ്യന്റെ ഭക്ഷണമല്ല. കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മനുഷ്യനുണ്ടായത് കുരങ്ങനിൽ നിന്നാണ്. കുരങ്ങന്റെ ദഹനവ്യൂഹം തന്നെയാണ് മനുഷ്യനുള്ളത്. ഒരു വ്യത്യാസവും ഇല്ല. കുരങ്ങൻ നോൺ വെജ് കഴിക്കാറില്ല, ചിക്കൻ കടിച്ച് കുറച്ച് തിന്നാറില്ല, നമ്മളെ കഴിക്കാറുള്ളൂ. അത് നമ്മൾ രുചി നോക്കിയിട്ട്, നിറം നോക്കി, മണം നോക്കി കഴിക്കുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉപയോഗിക്കാൻ. നോൺ വെജിന്റെ അതേ ഗുണം, അതിനേക്കാൾ ടേസ്റ്റ്, എന്നാൽ യാതൊരു ദോഷവും ഇല്ല. അപ്പൊ നോൺ വെജ്, ഇപ്പൊ നമ്മൾ സാധാരണ നോൺ വെജ് കഴിക്കുന്നത് പല ക്ലാസ്സുകളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തിനാ നോൺ വെജ് കഴിക്കുന്നത്? രുചിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഡോക്ടർ നമ്മളോട് നോൺ വെജ് കഴിക്കാൻ പറയും. എന്തിനാ കഴിക്കാൻ പറയുന്നത്? പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി. ആദ്യം കിട്ടുന്ന ബോണസാണ് കൊളസ്ട്രോൾ. കാരണം എല്ലാ ജന്തുജന്യ വിഭവങ്ങളും കൊളസ്ട്രോൾ ഉണ്ടാകും. ഒരു സസ്യജന്യ വിഭവം കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. വെളിച്ചെണ്ണ ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. പക്ഷേ വെളിച്ചെണ്ണ, ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിച്ചാൽ അതൊരു പക്ഷേ കൊളസ്ട്രോൾ ആയിട്ട് മാറാം. ഓക്കെ, പിന്നെ ഈ നോൺ വെജ് കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഹോർമോണൽ തകരാറുകൾ. ഹോർമോൺ ഇംബാലൻസിൽ നല്ലൊരു ശതമാനം ഈ ഇതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ വെജിറ്റേറിയൻ ബൈറ്റ്സിൽ ഒരുപാട് ചേരുവകളുണ്ട്. അതില് വീറ്റ് ഫ്ലോർ ഉണ്ട്, പീസ്, പച്ചപ്പട്ടാണി, കിൻവ. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഷോപ്പുകളിൽ വരാറില്ല എന്നിപ്പോ ആവശ്യത്തിന് ഒന്നും. ദ ബെസ്റ്റ് ഫുഡ്, ഏറ്റവും നല്ല ചെറുധാന്യങ്ങളിൽ ഒന്നാണ് കിൻവ. അത് ഏത് അസുഖത്തിനും നമുക്ക് കഴിക്കാം. ഏറ്റവും നല്ല ഫുഡ്. ദെൻ ഷിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സോയാബീൻ. നമുക്കൊന്ന് നോക്കാം. ഇതിൽ ചേരുവകളാണ്. ആ ചേരുവകളുടെ ഗുണമാണ് ഈ ഉൽപ്പന്നത്തിന്റെ ഗുണം. വെജിറ്റേറിയൻ ബൈറ്റ്സ് ഇസ് എ ഹെൽത്തി പ്ലാന്റ് ബേസ്ഡ് മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് നോൺ വെജിന്റെ ഒരു പകരക്കാരനാണ്. മാത്രമല്ല അത് 100% വെജിറ്റേറിയൻ ഓർ വീഗൻ. ജന്തുജന്യമായ ഒന്നും അതിലില്ല. ഇറ്റ് ടേസ്റ്റ് സിമിലർ ടു ബോൺലെസ് മീറ്റ്. അതായത് എല്ലില്ലാത്ത ഇറച്ചിയുടെ അതേ ടേസ്റ്റ് ആണ് അതിന്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ടേസ്റ്റ്, ടെക്സ്ചർ ആൻഡ് പ്രോട്ടീൻ ഓഫ് മീറ്റ് വിത്തൗട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് യുവർ ഹെൽത്ത്. നമ്മുടെ ശരീരം ദോഷമായ ഒന്നുമില്ലാതെ നോൺ വെജിന്റെ അതിനേക്കാൾ ഗുണം, എന്നാൽ യാതൊരു ദോഷങ്ങളും. ഇറ്റ് ഹാസ് ഹൈ ന്യൂട്രീഷൻ.
ഒരുപാട് പോഷകങ്ങളുണ്ട്. ഇറ്റ്സ് റെഡി ടു കുക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് മാത്രമല്ല അതിന്റെ കാലാവധി 12 മാസമാണ്. ഇറ്റ്സ് വീഗൻ ആസ് വെൽ. ഇറ്റ് ഡസൻ റിക്വയർ റെഫ്രിജറേറ്റർ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഷെൽഫ് ലൈഫ്? അതായത് 12 മാസം ഒക്കെ ലൈഫ് കിട്ടുക എന്നുള്ള ചെറിയ കാര്യമല്ല. സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അതുപോലെ വാക്വം പാക്കിംഗ്, ഒരു നിശ്ചിത ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിച്ച് വായു കടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് 12 മാസം ഇതിന് ലൈഫ് ഉണ്ടാവുന്നത്. എപ്പോഴെങ്കിലും അതിന്റെ എക്സ്റ്റേണൽ സീലിംഗ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് കേടുവരും. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പൊ നമ്മൾ പ്രോട്ടീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് 10ഓളം ഫുഡ് സപ്ലിമെന്റ്സിൽ പ്രോട്ടീൻ ഉണ്ട്. ന്യൂട്രീഷൻ സെഗ്മെന്റിൽ വരുന്ന ന്യൂട്രിചാർജിൽ ഏകദേശം 10 ഇതിൽ വരുന്നുണ്ട്. ഇതില് ഓരോ 100 ഗ്രാം, 250 ഗ്രാമിന്റെയാണ് ഈ ഒരു പാക്കറ്റ്. ഓരോ 100 ഗ്രാമിലും എന്തുണ്ട്? 24.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഇത് മാത്രം ഡെയിലി കഴിച്ചാൽ മതി. ഏറ്റവും നല്ലതാണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസിയെ പരിഹരിക്കുകയായി കറിയാവുകയും ചെയ്തു അല്ലെ. അപ്പോ മറ്റ് ഇറച്ചികൾ, ബീഫിനൊക്കെ ഏകദേശം 1,500 രൂപ ഒരു കിലോയ്ക്ക് വില വരുമ്പോൾ ഇതിന് വരുന്ന വില, വെജിറ്റേറിയൻ ബൈസിന് വരുന്ന വില, MRP വരുന്നത് 185 ആർസിമിന് മെമ്പർഷിപ്പ് എടുത്താൽ 150 അതിന് 89 PV ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ് വേറെയും കിട്ടും. ഓക്കെ, അപ്പൊ 100 ഗ്രാമിന് 24.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. മട്ടൺ ആണെങ്കിൽ അത് 16.6 ഉള്ളൂ, ചിക്കൻ ആണെങ്കിൽ 17.4 ഉള്ളൂ, ബീഫ് ആണെങ്കിൽ 20 ഗ്രാം പ്രോട്ടീൻ. അത് നമ്മുടെ ബോഡിക്ക് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാൻ പറ്റിക്കൊള്ള നിർബന്ധമൊന്നുമില്ല. ഫിഷ് ആണെങ്കിൽ വെറും 20 ഗ്രാം പ്രോട്ടീൻ. ഈ ഒരു ചാർട്ട് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അതിലെ പ്രോട്ടീൻ കണ്ടന്റ്, അതില് കാലറി, കൊളസ്ട്രോള്, കാൽഷ്യം, അതുപോലെ ഡയറ്ററി ഫൈബർ, ടോട്ടൽ ഫാറ്റ്. അതില് ഇപ്പുറത്തെ എല്ലാം റെഡ് കോളത്തിലാണ്. പക്ഷേ വെജിറ്റേറിയൻ ബൈസ് വരുന്നതിൽ നോക്കി നോക്കുക, എല്ലാം പച്ചയാണ്. ഓരോ 100 ഗ്രാമിൽ 24.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കാലറി 176.9 കാലറി ഊർജം കിട്ടുന്നുണ്ട്. 0 കൊളസ്ട്രോൾ, അതുപോലെ കാൽഷ്യം 10.1, ഡയറ്ററി ഫൈബർ 10.5. ഈ ഡയറ്ററി ഫൈബറിന്റെ പ്രത്യേകത എന്താ? മെയിൻലി വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഫൈബറസ് ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഡയറ്ററി ഫൈബർ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ദഹനം നന്നാവും. വെജിറ്റേറിയൻ ബൈസ് കഴിച്ചതിന്റെ പിറ്റേന്ന് ആർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ലേ. രണ്ടാമത്തെ ബെനിഫിറ്റ് അത് നമ്മുടെ ഫാറ്റ് കുറയ്ക്കും. 3 നമ്മുടെ ശരീരത്തെ അസിഡിക് നാച്ചുറലിൽ നിന്ന് ആൽക്കലി നാച്ചുറലിലേക്ക് കൊണ്ടു. 3 ബെനിഫിറ്റ് ആണ് ഈ ഡയറ്ററി ഫൈബറിനുള്ളത്. ഓക്കെ, അപ്പൊ മറ്റേത് പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും ടോട്ടൽ ഫാറ്റ് വരുന്നത് ഇതിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോൺ വെജ് കഴിക്കേണ്ടെന്നൊന്നും ഞാൻ പറയാനില്ല, കഴിച്ചോളൂ. ബട്ട് പതുക്കെ അതിൽ നിന്ന് ഇതിലേക്ക് മാറും. മറ്റേതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക. അതിൽ സോയാ പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, കിൻവ ആൻഡ് വീറ്റ് ഫ്ലോർ, പ്രധാനമായും 6 ചേരുവകൾ. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാക്സ് സീഡ് നമുക്കറിയാം. നമ്മുടെ വെജ് ഒമേഗ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഇതിൽ നിന്നാണ് അല്ലെ. ഒമേഗ 3യുടെ സോഴ്സ് ആണ് അത്. ഒമേഗ 3 കൊണ്ട് മാത്രം 10-24ഓളം ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ അത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ പ്രോസസ് ചെയ്തിട്ട് ഇത് പാക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു കണ്ടന്റ് ആണ് അത്. പവർ ഹൗസ് ഓഫ് ഡയറ്ററി ഫൈബർ. ഏറ്റവും കൂടുതൽ നാരുകൾ ഉള്ളതാണ് അത്. ദെൻ ഡെഫിനറ്റ്ലി ലോവേഴ്സ് കൊളസ്ട്രോൾ കുറയ്ക്കും, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഈസിയാണ്, കാരണം ഫൈബർ ഉണ്ട്. പ്ലസ് ഒമേഗ 3 റിച്ച് സൂപ്പർ സീഡ് ആണ്. അത് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ള ഒരു ഫുഡാണ്. അപ്പോ ഈ ഫ്ലാക്സ് സീഡ് ഇതിലൊരു മെയിൻ കണ്ടന്റ് ആണ് ഫ്ലാക്സ് സീഡ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് പറയുന്നത്. ദെൻ കിൻവ കുറച്ചു കാലം അപ്രത്യക്ഷമായിട്ട് ഇപ്പൊ വീണ്ടും നമ്മുടെ കൂട്ടത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻ ട്രീറ്റിംഗ് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസ്, എല്ലാതരം അസുഖങ്ങൾക്കും നല്ലതാണ്. ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്. സ്ട്രെസ് കുറയ്ക്കാൻ നല്ലത് റെഗുലേറ്റ്സ് ഗ്ലൂക്കോസ് ലെവൽസ്. അത് അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും, ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കിൻവ ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വീറ്റ് ഫ്ലോർ, ഗോതമ്പ് അല്ലെ. അതിൽ ബെനിഫിറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ളതാണ്. ദെൻ പീ പ്രോട്ടീൻ. നമ്മുടെ പീ പ്രോട്ടീനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരു ഏറ്റവും ഒടുവിൽ വന്ന ഒരു പ്രോട്ടീൻ ഉണ്ടല്ലോ, ട്രൈബ്ലൈൻ പ്രോട്ടീൻ. അതിൽ വരുന്നതാണ് പീ പ്രോട്ടീൻ. ഡിക്രീസ് ദ റിസ്ക് ഓഫ് കിഡ്നി റിലേറ്റഡ് ഡിസീസസ്, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പീ പ്രോട്ടീൻ നല്ലതാണ്. ദെൻ സപ്പോർട്ട്സ് ഹെൽത്തി ഹാർട്ട്. എല്ലാ പ്രോട്ടീനും ബേസിക്കലി എന്താ ചെയ്യുന്നത്?
നമ്മുടെ മസിലുകളെ സ്ട്രോങ് ആക്കും. ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ. ആ മസിലുകൾ സ്ട്രോങ് ആകുമ്പോൾ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറും. ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, ഉണങ്ങാത്ത മുറിവുകൾ, അതിനൊക്കെ മാറ്റാൻ ഇത് നല്ലതാണ്. ആൻഡ് ഇൻക്രീസസ് മസിൽ തിക്നെസ് ആൻഡ് റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ. ദെൻ ഷിയ സീഡ്സ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയ, ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒന്നാണ് ഷിയ സീഡ്സ്. 3 times മോർ ആന്റി ഓക്സിഡന്റ് ദാൻ ബ്ലൂബെറി. ബ്ലൂബെറി നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖത്തെ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. കുടവയറ് കുറയ്ക്കാൻ ബ്ലൂബെറി നല്ലതാണ്. ആ ബ്ലൂബെറി തരുന്ന ബെനിഫിറ്റിന്റെ 3 മടങ്ങ് ബെനിഫിറ്റ് എന്തിലുണ്ട്? ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്, ഈ പറയുന്ന ഷിയ സീഡ്സിലുണ്ട്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ ആളുകളൊക്കെ ഇതിങ്ങനെ കുതിർത്തി കഴിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് 15 times മോർ മെഗ്നീഷ്യം ദാൻ ബ്രൊക്കോളി. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസിൽ മെഗ്നീഷ്യം വരുന്നതാണ് ബ്രൊക്കോളി. അതിന്റെ 15 മടങ്ങുണ്ട്. അപ്പൊ ഷിയ സീഡ്സ് അത്രയും ബെനിഫിറ്റ് ഉള്ളത് അതൊക്കെ നമ്മുടെ ഈ പ്രൊഡക്റ്റിലുണ്ട്. മോർ പ്രോട്ടീൻ ദാൻ ഓട്സ്, വീറ്റ് ആൻഡ് ബാർലി. ഓക്കെ, അതിലുള്ളതിനേക്കാൾ കൂടുതൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. സോ ഷിയ സീഡ്സ് ഉണ്ട്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനെ കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി, അത് കഴിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും നമുക്ക് അറിയാൻ പറ്റും. സോ നോ കൊളസ്ട്രോൾ, നോ ക്രൂവൽറ്റി, കാരണം മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല. ദെൻ ഹൈ പ്രോട്ടീൻ, ഹൈ ഡയറ്ററി ഫൈബർ. അപ്പോ ഇത് പല രൂപത്തിൽ വയ്ക്കാം. ഇപ്പൊ നമ്മൾക്ക് അതിന്റെ ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇതിൽ ഒരുപാട് PhD ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് കണ്ടെത്തുന്നുണ്ട്. അടിപൊളിയായിട്ട്. എനിക്ക് തോന്നുന്നു മറ്റെവിടെ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് കേരളത്തിലെ ആളുകൾ ഈ പ്രൊഡക്റ്റ് കുക്ക് ചെയ്യുന്നുണ്ട്, പാചകം ചെയ്യുന്നുണ്ട്. ഇത് കറിയായിട്ടാവാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ഏറ്റവും വൈവിധ്യമുള്ള രൂപത്തിൽ കറി വെച്ച് കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്താതെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ഇതല്പം ഒന്ന് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ഐ എം ലക്കി ഇനഫ് ദാറ്റ് ഐ ആം ഇൻ RCM. ഞാൻ എപ്പോഴും പറയാറുണ്ട്, RCMൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പൊ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാൻ, RCMന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ ഉപയോഗിക്കാൻ, ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിക്കാൻ, ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണൊക്കെ ഈ പ്രസ്ഥാനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ വെജിറ്റേറിയൻ ബൈസ് എല്ലാവരും നന്നായിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ. ഈ ക്ലാസ് കേൾക്കുന്ന ധാരാളം നൂറുകണക്കിന്, എത്ര പേര് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, ആളുകളുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4 പേരോട് പറയും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയാം. ഈ മാസത്തെ ടാർഗറ്റിൽ നമുക്ക് എത്താൻ പറ്റും. കാരണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ നേരിട്ട് ആരും വാങ്ങിക്കില്ല. ഇത് കാണിച്ചോട് നല്ല ഇറച്ചിയാണ് കഴിച്ചോട് പറഞ്ഞാൽ ആരും കൊണ്ടുവയ്ക്കില്ല. ഇനി വെച്ചാൽ തന്നെ നന്നാവൂല. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? എവിടെ പ്രോഗ്രാം നടക്കുമ്പോഴും ആദ്യം ഈ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് ഇത് കുക്ക് ചെയ്ത് റെഡി ആക്കി ഇതൊന്ന് കൊണ്ടുവരാം, ഒന്ന് കൊടുത്തോളൂ, അത് അവർ വാങ്ങിക്കും. ഇന്നുണ്ടായതും ഞാൻ എന്റെ ക്ലാസ്സിന്റെ ഒടുവിൽ ഒരു ലേഡി ഇത് കുക്ക് ചെയ്ത് കൊണ്ടുവന്നു, കൊടുത്തു. ഓൺ ദ സ്പോട്ട് ഒരാൾ ജോയിൻ ചെയ്തപ്പോൾ ഇത് 5 പീസ് എടുത്തു. അപ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. അപ്പൊ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നല്ല ആരോഗ്യം കിട്ടാനുള്ള ഒരു അവസരം RCMലുണ്ട്. RCMലെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയണമെങ്കിൽ ദിവസങ്ങൾ പോരാ, മാസങ്ങൾ പോരാ, ഇപ്പൊ വർഷങ്ങൾ വേണം. അത്രമാത്രം പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാനുണ്ട്. അപ്പോ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഇതുവരെ ജീവിച്ച രീതിയിലൊക്കെ ജീവിക്കുക, അത്യാവശ്യം നോൺ വെജ് ഒക്കെ കഴിച്ച് കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് ആ രീതിയിൽ കഴിയാം. അല്ലെങ്കിൽ അതിന്റെ അളവൊക്കെ കുറച്ച് അതിന് പകരമായിട്ട് ഇതിനേക്ക് ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട്, ധാരാളം ആളുകളെ നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയ സമയമാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരാളെയും കമ്പൽ ചെയ്യാൻ പറ്റില്ല, ബട്ട് സജസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വണ്ടർഫുൾ ആയ റിസൾട്ട് കിട്ടും. കാരണം ഏത് ടേസ്റ്റിലും വെക്കാം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ RCM എന്ന പ്രസ്ഥാനം നമ്മുടെ ലൈഫിൽ തരുന്ന ഏറ്റവും വലിയൊരു മാറ്റം, നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ ഹാപ്പിനെസ് വെറുതെ കിട്ടില്ല. ആദ്യം ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ആരോഗ്യം വേണം. അപ്പൊ പെരടി ഉളുക്കി, കഴുത്ത് ഉളുക്കി ഒരു സൈഡിലൂടെ തിരിയാൻ പറ്റാത്ത രീതിയിൽ പെയിന് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല, അല്ലെ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും വളരെ ഹെൽത്തി ആയിരിക്കണം. ആ ഹെൽത്ത് കിട്ടാനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് പ്രൊഡക്റ്റ് എടുത്താലും നമ്മുടെ അരിയുടെ തവിടുന്നെടുക്കുന്ന എണ്ണ, ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയില് 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന എണ്ണ മാത്രം മതി. എല്ലാറ്റിനും പരിഹാരമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത്, ഇത് കഴിച്ചാൽ ഇതിൽ ബ്ലൂബെറിയുടെ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. കഴിച്ചു നോക്കുക. എല്ലാവർക്കും എല്ലാം സ്യൂട്ട് ആയിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളുന്നില്ല. ബട്ട് ഒരു 90% ആളുകൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അരിയുടെ തവിട് നിൽക്കുന്ന എണ്ണയുണ്ട്, ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ, 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന എണ്ണ, കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാ. തലയിലും തേക്കാം, മേലെ തേച്ച് കുളിക്കുകയും ചെയ്യാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം, പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. അതെല്ലാം ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടുള്ള ഗുണം എന്താ? 19 വർഷമായിട്ട് നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ്. നിങ്ങൾക്കും ഫോളോ ചെയ്യാം. അതുപോലെ നമ്മുടെ ന്യൂട്രീഷൻ സപ്ലൈ, ന്യൂട്രിചാർജ് മെൻ ഉപയോഗിക്കുന്നുണ്ട്, വെജ് ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗാമോറൈസിനോൾ ഉപയോഗിക്കുന്നുണ്ട്.
അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി നന്നായിട്ട് ഓടുന്നു. ഏതുവരെ ഓടണം? 120 വർഷം വരെ ഓടണം. 120 വർഷം വരെ ഓടണം എന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല ചിന്തകൾ, നല്ല സഹവാസം. ആ നല്ല സഹവാസം ഒരുപാട് ഗുണം തരും. കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ കൂടും, നമ്മുടെ ആ ഫ്രീക്വൻസി ലെവൽ ഒന്ന് മാറും, നമുക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു നഴ്സ് എന്നോട് പറഞ്ഞു, 10-16 വർഷം നഴ്സിംഗ് സർവീസിൽ ഉണ്ടായിരുന്ന അവർ പറയാണ്, ജീവിതത്തിൽ ഇന്ന് വരെ ചിരിക്കുന്ന ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല, ആകെ കൂടി കണ്ടത് RSMന്റെ പ്രോഗ്രാമുകളാണ്. ആദ്യമായിട്ട് വന്നതാണ് അവർ പറയുന്നത്, ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അവർ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങൾ, സന്തോഷിക്കുന്ന മുഖങ്ങൾ. കാരണം എന്താ? ആരോഗ്യമുണ്ട്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തോളൂ, നല്ല വരുമാനം കിട്ടും. വേണമെങ്കിൽ അതിനൊരു സമ്പത്തായിട്ട് മാറ്റാം, ഒരു ലൈഫ് ലോങ് ഒരു ജനറേഷൻ ലോങ് സെക്യൂരിറ്റി ആയിട്ട് മാറ്റാം. ഇതൊക്കെ കിട്ടാനുള്ള അവസരമുണ്ട്. ഒപ്പം എന്തുണ്ട്? ഒരുപാട് ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ തരത്തില്? ആരോഗ്യപരമായ രീതിയിൽ, സാമ്പത്തികപരമായ രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ആരോഗ്യത്തിലൂടെ നമുക്ക് സന്തോഷം കിട്ടും, നല്ല ബന്ധങ്ങളിലൂടെ നമുക്ക് സന്തോഷം കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം, ഇതെല്ലാം സ്വദേശി ഉൽപ്പന്നങ്ങളാണ്. ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്, ഗാന്ധിജിയുടെ പോളിസിയാണ്. പക്ഷെ നമ്മൾ ഭൂരിപക്ഷം ഇന്ത്യക്കാർ നേരെ തിരിച്ച ബി ഇന്ത്യൻ ബൈ നോൺ ഇന്ത്യൻ. ഓക്കെ. പക്ഷെ RSM ഉൽപ്പന്നങ്ങൾ 100% സ്വദേശി. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? കാരണം ഇവിടുത്തെ പണം മുഴുവൻ വിദേശത്തേക്കാണ് പോണത്. അവിടെ നല്ല സൗകര്യങ്ങളുണ്ട്. അവിടെ പോയൊരൊറ്റ ആളും തിരിച്ചു വരില്ല. കൊല്ലത്തിലൊരിക്കല് അച്ഛനും അമ്മയും ഭാഗ്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വരും. ഞാൻ പല ക്ലാസ്സുകളും പറയാറുണ്ട്, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്തോളൂ, ഒരു വൃദ്ധസദനം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ. കാരണം അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോണത്. പക്ഷെ RSMൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിന്നാൽ ഡെഡ് ഷുവർ നിങ്ങൾക്ക് എവിടെയും പോകേണ്ടി വരില്ല. അതിനേക്കാൾ വലിയൊരു സ്വർഗം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അത് ചെറിയൊരു കാര്യമല്ല. നമ്മളിതിനെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, അല്ലെ? ഇന്ത്യയിലെ 144 കോടി ജനങ്ങളുണ്ട്. ഏകദേശം ഒരു 50 കോടി കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തില് ഒരു മാസം 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു കരുതുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ 4000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ MNC പ്രൊഡക്റ്റാണ്. ഈ 4000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ 10% വിദേശത്തേക്ക് പോകുമെങ്കിൽ ഏകദേശം 400 രൂപ. 50 കോടി കുടുംബങ്ങൾ 400 രൂപ വെച്ച് ഒരു മാസം വിദേശത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ 20,000 കോടി രൂപയാണ് ഒരു മാസം വിട്ട് പുറത്തേക്ക് പോകുന്നത്. ചെറിയൊരു കണക്കാ. ഈ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ RSM വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. അത് ഗുഡ് ഡോട്ട് അല്ല, വെജിറ്റേറിയൻ ബൈറ്റ് അല്ല, ന്യൂട്രി ചാർജ് അല്ല, ഏത് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. കാരണം വേറെ വഴിയൊന്നുമില്ല, നമ്മുടെ മുന്നിൽ ദിസ് ഇസ് ദ ലാസ്റ്റ് ബസ്. അപ്പൊ ആരോഗ്യത്തിലൂടെ നമുക്ക് സന്തോഷം കിട്ടും, വരുമാനത്തിലൂടെ സന്തോഷം കിട്ടും, നല്ല ബന്ധങ്ങളിലൂടെ സന്തോഷം കിട്ടും. ഒപ്പം ആളുകളെ സഹായിക്കുന്നതിലൂടെ, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, ഇഷ്ടംപോലെ യാത്രകൾ ചെയ്യുന്നതിലൂടെ എല്ലാം നമുക്ക് സന്തോഷം കിട്ടും. ഏറ്റവും കൂടുതൽ സന്തോഷം എപ്പോഴാണ് കിട്ടുകയെന്നറിയാം? സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തോടെ മരിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മൂമെന്റിൽ അല്ലെങ്കിൽ ആളുകൾ പറയും വിചാരിച്ച പോലെയും നടന്നില്ല, വിചാരിച്ച പോലെയൊക്കെ നടത്തി സുഖസുന്ദരമായിട്ട് നെക്സ്റ്റ് ജനറേഷനെ എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് പോകാൻ സഹായിക്കുന്ന ഒറ്റ പ്രസ്ഥാനമേ ഉള്ളൂ. അതിന്റെ പേരാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, RCM. അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. എവിടെയെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ഏറ്റെടുക്കുക, ഭംഗിയായിട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇന്ത്യയിലെ ഏറ്റവും ഇത്തരത്തിലുള്ള ഉൽപ്പന്നം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് മാറാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും RCM ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.